ഹാജിയാണ് ബഹുമാനപ്പെട്ട എനിക്കൊക്കെ ഉണ്ട് കേൾക്കും പുതിയാപ്പള അബ്ദുൽ അവർ മഹാനാവുന്ന ഷെയ്ഖുന ശംസുലമ്മയുടെ പിന്നെ തുഹഫ എന്ന് പറഞ്ഞ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളൊരു കിതാബുണ്ട്. അതായത് ജാമിമാമിൻ്റെ കിതാബാവുന്ന മിൻഹാജ്, അതിനൊരുപാട് ജില്ലാന ആശികൾ ഷറഹുകളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഷറഹാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ ആ ഷറഹ്. നമ്മളെ ഈ ഭാഗത്തുള്ളവരൊക്കെ ഫത്വക്കും മറ്റൊക്കെ അതാണ് ഉപയോഗിക്കൽ. അതിൻ്റെ പിന്നെ ഇജാസത്ത് മഹാനാവുന്ന ഷെയ്ഖുന ശംസുലമ്മക്ക് നൽകിയത് മുപ്പത് പലരെ കൊണ്ടും തുഴഫ് ഓതിയിട്ടുണ്ടെങ്കിലും ഇജാസത്ത് പുതിയാപ്പള തറയാമൂലിയരോടാണ് വാങ്ങിയെന്ന് പറയുന്നത്. അത് 3 പേജ് പുതിയാപ്പള തറയാമൂലിയർ മൂപ്പരെ കൊണ്ട് വായിപ്പിച്ചു. ഒരു പേജിന് അർത്ഥം പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഇജാസത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പുതിയാപ്പള തറയാമൂലിയരോടാണ് വാങ്ങിയിട്ടുള്ളത്. പുതിയാപ്പള തറയാമൂലിയർ 3 പേജ് എന്നെ വായിപ്പിച്ചു. ഞാൻ 3 പേജ് വായിച്ചു. ആ 3 പേജിൽ മൂപ്പർക്ക് നിർത്താൻ പറഞ്ഞ സ്ഥലത്ത് മൂപ്പരിനോട് നിർത്താൻ പറഞ്ഞു. പിന്നെ ഒരു പേജിൻ്റെ അർത്ഥം എനിക്ക് പറഞ്ഞു. അപ്പോൾ പുതിയാപ്പള തറയാമൂലിയർ നമ്മളാരും കണ്ടില്ല. 1952 മൂപ്പർ വായിച്ചു. എനിക്കന്ന് 2 വയസ്സുണ്ടാവുള്ളൂ. ഞാൻ 57 ഞാൻ ജനിച്ചിട്ടില്ല. അത് 57 ജനിച്ചത്. 52 59 മൂപ്പരാണ്. 59 ഞാൻ ജനിച്ച് 2 വർഷമായിട്ടുണ്ടാവും. അതിന് മുമ്പാണ് ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് വായിച്ചത്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ വലിയ പണ്ഡിതൻ, എല്ലാ ഫന്നിലും വലിയ മുഹഖിഖ്, പ്രത്യേകിച്ച് ഫിഖ്ഹിലൊക്കെ വലിയ പണ്ഡിതൻ. അവരുടെ രാജ്യമാണിത്, അവരുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ദർസിയായ നിലക്കുള്ള ഒരു പുരോഗമനങ്ങൾ ഉണ്ടാക്കണം. അത് ചെറിയ കുട്ടികളാണെങ്കിലും ഈ കുട്ടികൾ വലിയ ആലിമീങ്ങളാണ്, ആവാൻ പോണ കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കുക. അവരെ ഉസ്താദാവുന്ന അജ്മൽ ദാരിമി അവർക്ക് വലിയ ദിവസത്തിൽ കൂടി മാത്രമേ നമുക്ക് ഇൽമിനെ ആ യഥാർത്ഥ സ്വഭാവത്തിൽ വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള സ്ഥാപനങ്ങൾ വേണം. കാരണം നുബുവത്തിൽ നിന്ന് സമ്പാദിക്കപ്പെടേണ്ട ഒന്നാണ് ഇൽമ്. നുബുവത്തിൽ നിന്ന് നുബുവത്ത് ഒരാൾക്കും സമ്പാദിക്കാൻ കഴിയില്ല. കാരണം അമ്പിയാക്കന്മാർ റസൂലുള്ളാഹി നബി ഏതായാലും ഇല്ല ഇവിടെ. ഇങ്ങനെ നബിൻ്റെ ഒപ്പം കാലാകാലം ചെയ്ത് നടന്നു നിൽക്കാം, എന്നാലും എനിക്ക് നബി ആവാൻ പറ്റും. കാരണം നുബുവത്ത് എന്നുള്ളത് ഹിബത്തുർ റബ്ബാനിയ യഹാബുഹാലിമയഷാഉമിൻഇബാദിഹി. അള്ളാഹു പ്രത്യേകക്കാരെ മാത്രം അവരെ കുടുംബത്തിലേക്ക് ചില പ്രത്യേകതകൾ വേണം. അള്ളാഹു നിശ്ചയിക്കുന്ന ചില പ്രത്യേക മാനദണ്ഡമുണ്ട്. അവർക്ക് ചില പ്രത്യേക സ്വഭാവ ഗുണങ്ങൾ വേണം. അങ്ങനത്തെ ആളെ മാത്രമേ നബിയാക്കുള്ളൂ. അപ്പോൾ നുബുവത്തുമായിട്ട് ബന്ധം വേണം ആലിമീങ്ങൾക്ക്. പക്ഷേ ആ ബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെ, നുബുവത്തിൻ്റെ ബാത്തിന് അതിൻ്റെ ഉള്ളു വിലായത്താണ്. അപ്പോൾ അമ്പിയാക്കന്മാരിൽ നിന്നും വിലായത്തിനെ കരസ്ഥമാക്കണം പണ്ഡിതന്മാർ. അങ്ങനത്തെ പണ്ഡിതന്മാർ യഥാർത്ഥ പണ്ഡിതന്മാരാണ്. അതായത് മുസ്ലിയാർ എന്ന മൗലവി എന്ന പേരുണ്ടായതുകൊണ്ടും ബാഗ് പറഞ്ഞുകൊണ്ടൊന്നും റസൂലുള്ളാഹിയിൽ നിന്ന് കിട്ടിയ ഇൽമെന്ന് പറയാൻ പറ്റില്ല. വിശുദ്ധ ശരിയ ഖുർആൻ ഹദീസുകളൊക്കെ അർത്ഥം പറഞ്ഞു കൊടുത്തോണ്ടൊന്നും അതിനെപ്പറ്റി ശരിയായ ആലിമെന്ന് പറയാൻ പറ്റില്ല. ശരിയായ ആലിമാവണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരിൽ നിന്നും ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ ഇതാരിഞ്ഞ് കുനിൽ ഉലമാഉ ഔലിയാഇല്ല ഫലൈസയില്ലായി. ആലിമീങ്ങൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ ഇവിടെ വലിയില്ല എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന തൊപ്പിട്ടുള്ളത് അധിക തൊട്ടികളൊക്കെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരാണെന്നല്ല. ഒരു ആലിമിന് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടത് വിലായത്തിൻ്റെ സ്വഭാവമാണ്. കാരണം ആ വിലായത്ത് അമ്പിയാക്കന്മാരിൽ നിന്നും സമ്പാദിക്കേണ്ടതാണ്. എന്നാലേ അമ്പിയാക്കന്മാരായിട്ടുള്ള ബന്ധം ഉണ്ടാവുള്ളൂ. അവനാണ് യഥാർത്ഥ ആലിം. അപ്പോൾ അങ്ങനത്തെ ആലിമീങ്ങൾ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അതിന് പറ്റിയതാണ് ഈ പള്ളി ദർസ് എന്നുള്ളത്. പഴയ ആളുകളൊക്കെ അങ്ങനെ പള്ളി ദർസ്, അല്ലെങ്കിൽ പള്ളി ദർസിൻ്റെ സ്വഭാവത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവണം. അതൊക്കെ ഇല്ലെങ്കിൽ അതിൻ്റെ അപകടങ്ങൾ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ഈ ദർസിനെ നല്ല നിലക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നാട്ടുകാരാവും നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ കുട്ടികളെ പഠിപ്പിച്ച് തൻ്റെ ആലിമീങ്ങളാക്കി വളർത്തിയെടുക്കാനുള്ള തൗഫീഖ് അവരെ ഉസ്താദാവുന്ന അജ്മൽ ദാരിമിക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കൊക്കെ ദർസിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇൽമിനെ വർദ്ധിപ്പിക്കാനും മറ്റുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അൽ ഫാത്തിഹ.